ഹായ് ഓൾ, എല്ലാവർക്കും താജസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 തേങ്ങ ഇതുപോലെ പൂണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ പൂണ്ടെടുത്ത് അതിൻ്റെ അടിഭാഗത്തുണ്ടാവില്ല ഒരു കറുത്ത ഭാഗം, അത് ചെത്തി കളഞ്ഞേക്കുവാണ്. എന്നിട്ട് ഈ വൈറ്റ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഒന്ന് തോർത്തിയെടുത്തതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അരഞ്ഞു പോവേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കേണ്ടതേ ഉള്ളൂ. അപ്പം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം. ശ്രദ്ധിക്കണം, അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറ്, ബ്ലാക്കല്ല, ആ ഒരു കളറില്ലേ, അത് വരരുത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് ആ ഒരു വൈറ്റ് നിറം കിട്ടൂല. നിറം ഒരു മങ്ങിയ പോലെ ആയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാൻ. ഇതുപോലെ നമുക്ക് ബാക്കിയും പൊടിച്ചെടുക്കാം. ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയൂടെ പൊടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കരുത്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പം ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ പൊടിച്ചെടുത്തിരിക്കുന്ന തേങ്ങ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ട് ഒരുമിച്ച് തന്നെ ചേർത്തിട്ടുണ്ട്, ഒത്തിരിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 ബാച്ചായിട്ട് വേണം ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഇതിൽ കിട്ടില്ല. പിന്നെ വറുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നിറം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ അങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഇത് കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞും ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ വലിയ വില കൊടുത്തിട്ട് മേടിക്കുന്നതാണ് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പം നമുക്ക് കേക്ക് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ, അതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ഇതിനൊക്കെ എടുക്കുന്നതാണല്ലോ. അപ്പം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയി വരണം. ആ ഒരു നന്നായിട്ട് ഡ്രൈ ആവുക പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പാനിലേക്ക് ഇടുന്ന സമയത്ത് ഒരു പൊട്ടുന്ന പോലെ ഒരു ഒച്ചയുണ്ടാവില്ല. ആ ഒച്ച നിൽക്കുന്നത് വരെ വറുത്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒത്തിരി നേരമൊന്നും വറുക്കണ്ട, കുറച്ച് സമയം മാത്രം വറുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. കണ്ടില്ലേ, വിട്ട് വീഴുന്നാണ്ടില്ലേ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പം പാനിൽ നിന്ന് മാറ്റണം, വേറെ ഏതെങ്കിലും പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കണം. പാനിൽ തന്നെ വെച്ചിരുന്ന ആ ചൂട് കാരണം അടിഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇത് ഏകദേശം തണുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിത് ഇതുപോലെ തന്നെ സൂക്ഷിക്കാം. അതല്ലെങ്കിൽ ഒന്നുകൂടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒന്നുകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം നല്ലതായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ടിട്ട് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നാളൊക്കെ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.